കഴിഞ്ഞ സെഷനിൽ നമ്മൾ പേറോൾ പ്രോസസ്സിൽ പേ ഹെഡ് ക്രിയേഷനിൽ ഈ ഒരു എംപ്ലോയേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്ന PDF-ൽ എനിക്ക് തോന്നുന്നു ഈ എല്ലാ പേ ഹെഡ്സും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഇത്രയും കാര്യം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്ന് എടുത്തു നോക്കാം. ഇരുപത്തിനാല് 25 ഓക്കെ, ഇതായിരിക്കണം കമ്പനി. ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേ ഹെഡ്സ് കാണാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഓൾട്ടറിലാണ് പോകുന്നത്. ഓൾട്ടറിൽ ഈ ഒരു പേ ഹെഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേ ഹെഡ്സ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു EPF, EPS, ESI ഇതാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. എംപ്ലോയറിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് EPF, EPS, ESI. ഇനി ഇതിന്റെ താഴെയുള്ള വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. PF അഡ്മിൻ ചാർജ് ആൻഡ് EDLI കോൺട്രിബ്യൂഷൻ. അതായത് ഇവിടെ എംപ്ലോയർ ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 3.67 പ്ലസ് 8.33. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ ഒരു 12%. അത് കൂടാതെ സാലറിയുടെ ഒരു 1% കൂടി എംപ്ലോയറിന് എക്സ്ട്രാ ചെലവുണ്ട്, അതായത് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്പനി ഒരു സ്റ്റാഫിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടോട്ടല് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 13% സാലറിയുടെ എക്സ്ട്രാ കമ്പനി ഒരു ജോലിക്കാരന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. PF അഡ്മിൻ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് ചാർജ് പോലെ PF അക്കൗണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാർജസ് ആണ്. പിന്നെ EDLI കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഡിപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയും. ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെ എന്തെങ്കിലും വർക്കിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആശ്രിതർക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. നമുക്ക് അതിനായിട്ടാണ് ഈ ഒരു 0.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി പോയിന്റ് ഓഫ് വ്യൂവില് ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് എംപ്ലോയർക്ക് വരുന്നത് സാലറി കൂടാതെ വരുന്ന ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ് ഈ ഒരു അതർ ചാർജ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാണ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. PF അഡ്മിൻ ചാർജ് ആൻഡ് EDLI കോൺട്രിബ്യൂഷൻ. അപ്പോൾ ജേർണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സാലറി കൊടുക്കുന്ന തന്നെ ഒരു ചെലവ്, ഇതാണ് സാലറി എന്നുള്ള എക്സ്പെൻസ്, അതൊക്കെ ഡെബിറ്റ്. ഇനി അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു ചെലവാണ് ഈ ഒരു എംപ്ലോയർ അതർ ചാർജസ് എന്ന് പറയുന്ന എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ ഇതും ചെലവ് തന്നെയാണ്, അഡീഷണൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, ഓക്കെ. അപ്പോ പേ ഹെഡ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ഈ ഒരു PF അഡ്മിൻ ചാർജ് ആൻഡ് EDLI. അപ്പോൾ ജേർണൽ എൻട്രിയിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സാലറി കൂടാതെ വരുന്ന എക്സ്ട്രാ ഒരു എക്സ്പെൻസ് ആണ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എക്സ്പെൻസ് വരുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എംപ്ലോയർ അതർ ചാർജ് ഡെബിറ്റ് വന്നത്. ഇനി അത് കൊടുത്തിട്ടില്ല, ബാധ്യതയായിരുന്നു. രണ്ട് രീതിയിലാണ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത്. ഒന്ന് PF അഡ്മിൻ ചാർജ് ആൻഡ് നെക്സ്റ്റ് EDLIയിലേക്ക് ഡ്യൂ ആകും. അപ്പൊ ഇത് ഡ്യൂ എൻട്രി ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ജേർണൽ എൻട്രീസും ഡ്യൂ എൻട്രി ആണ്. അതായത് എക്സ്പെൻസ് ഉണ്ടായി കൊടുക്കാനുണ്ട് എന്നുള്ള ഡ്യൂ എൻട്രി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പേയ്മെന്റ് നമ്മളിപ്പോ ചെയ്തിട്ടില്ല, പേയ്മെന്റ് പിന്നീടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. PF അഡ്മിൻ ചാർജ്, EDLI കോൺട്രിബ്യൂഷൻ. അപ്പൊ അതും കഴിഞ്ഞ ദിവസം അയച്ച സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നു. അതപ്പോ മിക്കവാറും ചിലപ്പോ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഇവിടെ താഴെയായിട്ട് കിടപ്പുണ്ട് ESI കഴിഞ്ഞിട്ട് എംപ്ലോയർ അതർ ചാർജസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ രണ്ട് പേ ഹെഡും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയത് കറണ്ട് ലൈബിലിറ്റിയിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾക്കത് ബാധ്യതയാണ്, ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള പൈസയാണ്. സോ അതിനെ ക്രിയേറ്റ് ചെയ്യാം.
അതിന് ക്രിയേറ്റിൽ പോയി പേ ഹെഡ്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, PF അഡ്മിൻ ചാർജ് അറ്റ് 0.5%. ഓക്കെ, അപ്പോൾ ഇവിടെ എംപ്ലോയർ അതർ ചാർജ് എന്നുള്ള ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. സിസ്റ്റം ചോദിക്കും ഏതാണ്, അഡ്മിൻ ചാർജ് ആണ്. കമ്പനിക്ക് ഇതൊരു ബാധ്യത ആണ്, ലൈബിലിറ്റി ആണ്. സൂപ്പർ ലൈബിലിറ്റി. പിന്നെ ആ പെർസെൻറ്റേജ് മാത്രം ഒന്ന് കൊടുക്കാം, 0.5%. സേവ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് EDLI കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഷുറൻസിന് വേണ്ടിയിട്ടും എംപ്ലോയർ വീണ്ടും ചെലവഴിക്കുന്നു. ഓക്കെ, ഇവിടെ EDLI അഡ്മിൻ ചാർജ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൽ കോൺട്രിബ്യൂഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അഡ്മിൻ ചാർജ് ഇപ്പോ ഈ ഒരു കാര്യത്തിനില്ല, അതുകൊണ്ട് അത് കൊടുക്കണ്ട. EDLI കോൺട്രിബ്യൂഷനിലേക്ക്, ഇൻഷുറൻസിലേക്ക് എംപ്ലോയർ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതും 0.5%. ഓക്കെ, അപ്പോൾ എല്ലാ പേ ഹെഡ്സും നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് വേണ്ടത് പേയബിൾ പേ ഹെഡ്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ പേയബിൾ പേ ഹെഡ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഡ്യൂ എൻട്രി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എക്സ്പെൻസ് ഉണ്ടായി, അത് അടച്ചില്ലെങ്കിൽ അതൊരു ബാധ്യത ആകുന്നു. അപ്പോ ആ ബാധ്യത ലെഡ്ജറുകളാണ് സാലറി എക്സ്പെൻസ് ഉണ്ടായി അടച്ചില്ലെങ്കിൽ അത് സാലറി പേയബിൾ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് പോകും. PF എക്സ്പെൻസ് ഉണ്ടായി അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ PF പേയബിൾ എന്നുള്ള അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഇനി ESI എക്സ്പെൻസ് ഉണ്ടായി അത് അടച്ചില്ലെങ്കിൽ ESI പേയബിൾ എന്നുള്ള അക്കൗണ്ടിലേക്ക് പോകും. അതേസമയം ഇതെല്ലാം ക്യാഷ് ആയിട്ട് അപ്പൊ തന്നെ പേ ചെയ്യണമെങ്കിൽ അത് ഈ പറഞ്ഞ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാ കമ്പനിയിലും അപ്പൊ തന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. ഇങ്ങനെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്തിട്ടാണ് എല്ലാ കമ്പനിയിലും ഈ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാറ്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ഈ ജേണൽ എൻട്രിയിലൊക്കെ കണ്ട, ഇതിൽ കഴിഞ്ഞ ദിവസം ഇതെല്ലാം ഇങ്ങനെ നമ്മൾ റെഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെയ്ത ലെഡ്ജേഴ്സ് ഉണ്ടായിരുന്നു, റെഡിൽ മാർക്ക് ചെയ്തു. ഇപ്പൊ ഇത് PF അഡ്മിൻ ചാർജും EDLI ഇപ്പൊ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇനി ഇതില് റെഡിലല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സാലറി പേയബിൾ, PF പേയബിൾ, ESI പേയബിൾ. അപ്പൊ ഇതെല്ലാനും ബാധ്യത ലെഡ്ജറുകളാണ്, ലൈബിലിറ്റി ലെഡ്ജർ. അപ്പൊ ഇതും നമുക്കിനി ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് സാലറി പേയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സാലറി പേയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ലെഡ്ജർ പോലെയാണ്. കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞ നേച്ചറിലുള്ള ഒരു ലെഡ്ജർ ആയിട്ടാണ് ഇതിനിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പേ ഹെഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിലുള്ള ഓപ്ഷൻ ഒന്നുമല്ല, ഒരു ഏണിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു ലെഡ്ജർ പോലെയാണ്. സോ പേ ഹെഡ് ടൈപ്പ് ബാധകമല്ല, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. ഗ്രൂപ്പ് ഡയറക്ട്ലി കറണ്ട് ലൈബിലിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ലെഡ്ജർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സേവ് ചെയ്യാം. നെക്സ്റ്റ് ഇനി PF പേയബിൾ, liabilities, and ESI payable. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജേണൽ എൻട്രിക്ക് വേണ്ടുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ അത് നമ്മൾ ആഡ് ചെയ്യണം. അത് കുറെ കാര്യങ്ങൾ അതിന് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇതേപോലെ നമ്മൾ ഓരോ അക്കൗണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. അതിനാണ് നമ്മളെ സഹായിക്കാൻ സിസ്റ്റം ഉള്ളത്. സിസ്റ്റം ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്തു, നമുക്ക് അത്രയും എളുപ്പമാണ്. ഓക്കെ, ഇനി വേറെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ പെൻഡിങ് ഉണ്ട്. അതായത് ഇപ്പോൾ സാലറി പേയബിൾ ക്രിയേറ്റ് ചെയ്ത്, PF പേയബിൾ ക്രിയേറ്റ് ചെയ്ത്, നെക്സ്റ്റ് ESI പേയബിളും ക്രിയേറ്റ് ചെയ്തു. ബാക്കി ഇനി ഇതിലുള്ളത് എംപ്ലോയർ അതർ ചാർജസ് എന്ന് പറയുന്ന ഒരു ഡെബിറ്റ് വരുന്ന ലെഡ്ജർ എടുക്കുന്നത്. അപ്പൊ ഡെബിറ്റ് വരുന്നത് ഡെബിറ്റ് നേച്ചറിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ ഈ സിറ്റുവേഷനിൽ എംപ്ലോയർ ചാർജ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, അപ്പോൾ അത് എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ നമ്മളത് എക്സ്പെൻസ് അക്കൗണ്ട് ആയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിവിടെ കിടപ്പുണ്ട്, എംപ്ലോയർ അതർ ചാർജ് ലെഡ്ജർ. അതും കൂടെ നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യണം, എംപ്ലോയർ അതർ ചാർജസ്.
ഇനി എക്സ്പെൻസ് ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റിൽ പോവാ, ലെഡ്ജർ തന്നെ എടുക്കാം. പേ ഹെഡ് എടുത്തിട്ട് കാര്യമില്ല, ലെഡ്ജർ തന്നെ എടുക്കാം. ലെഡ്ജർ അതർ ചാർജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പ് കൊടുക്കുക, സേവ് ചെയ്യാം. അങ്ങനെ ജേണൽ എൻട്രിക്ക് വേണ്ടുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സാലറി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്കുള്ളത് ഓരോ എംപ്ലോയിയുടെയും സാലറിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ടാലിയിൽ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ജോലിക്കാരന്റെയും സാലറിയുടെ ബേസിസിലാണ് ഈ പേഴ്സൻറ്റേജ് വെച്ചിട്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ഓരോ ജോലിക്കാരന്റെയും സാലറി ഡിഫറെന്റ് ആണ്. ആ സാലറി എന്തൊക്കെയാണ്, അവരുടെ പേ സ്കെയിൽ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ രവി എന്ന് പറയുന്നതും കുമാർ, ഷാ, 3 ഇൻഡിവിജ്വൽസ് ഉണ്ട്. ആ 3 പേരുടെയും സാലറി എത്രയാണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സാലറി ഡിഫൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഓൾട്ടറിൽ പോവാം. അതായത് ക്രിയേറ്റിൽ പോയിട്ട് കാര്യമില്ല. ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, പേ ഹെഡ് കഴിഞ്ഞാൽ പിന്നെ പേറോൾ ഓഫർ ടൈപ്പ് എന്നുള്ള ഓപ്ഷനാണ്. അതേസമയം ഓൾട്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഫൈൻ സാലറി എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഓക്കെ, ആ സ്ക്രീൻഷോട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഓൾട്ടറിൽ വേണം പോകാനായിട്ട്. ഓൾട്ടറിൽ പോയിട്ട് ഡിഫൈൻ സാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എന്നിട്ട് സാലറി ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫൈൻ സാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ഓരോ എംപ്ലോയിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എംപ്ലോയി ഇതാണ്, രവി എന്ന് പറയുന്ന പേഴ്സൺ. അപ്പൊ ഇതിൽ രവിനെ സെലക്ട് ചെയ്യാം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫാണ് രവി. ഓക്കെ, എന്ന് മുതലാണ് ഇയാളുടെ സാലറി ബാധകമാകുന്നത്. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുക്കുക. 1 ഏപ്രിൽ മുതലാണെന്ന് വിചാരിക്കുക. എല്ലാ എംപ്ലോയീസും ഏപ്രിൽ 1 തീയതി ജോയിൻ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ 1 ഏപ്രിലിൽ ഇയാളുടെ സാലറിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫേവറേറ്റ്സ് ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇയാളുടെ ബേസിക് ഒരു പാക്കേജ് ഉണ്ടാവും. അതിന്റെ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബേസിക് പാക്കേജ് എത്രയാണെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബേസിക് പാക്കേജ് എന്ന് പറയുന്നത് ഇയാളുടെ 4000 രൂപയാണ്. ഓക്കെ, അപ്പോൾ 4000 രൂപ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇയാൾക്ക് ഓവർ ടൈം അലവൻസ് ഉണ്ട്. മണിക്കൂറിന് 100 രൂപ വെച്ചിട്ടാണ് ഇയാൾക്ക് ഓവർ ടൈം അലവൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നെക്സ്റ്റ് ഇനി ഓവർ ടൈം അലവൻസ് എളുപ്പമുണ്ട്. ഓവർ ടൈം അലവൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി മണിക്കൂറിന് 100 രൂപ വെച്ചിട്ടാണ്. അപ്പൊ 100 എന്ന് പറഞ്ഞ വാല്യൂ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവർ എന്നുള്ള യൂണിറ്റ് വരും. കാരണം നമ്മൾ ഈ ഓവർ ടൈം ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെയായിരുന്നു. ഓൺ പ്രൊഡക്ഷൻ പിന്നെ ഓവർ ടൈം എന്നുള്ളത് അവറിൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം ഇയാളുടെ സാലറിയുടെ ഭാഗമാണ്. അതായത് നമ്മുടെ കമ്പനിയിൽ ഒരു എംപ്ലോയിക്ക് ബേസിക്കും ഓവർ ടൈം മാത്രമല്ല, അയാൾക്ക് ഇനി PF കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ സാലറി സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇതിങ്ങനെ ഓരോന്നും ആഡ് ചെയ്യാനായിട്ട് ഇനി എക്സ്ട്രാ വരുന്ന കാര്യം നോക്കുക. ഡിയർനെസ് അലവൻസ് ഉണ്ട്. അപ്പൊ ഡിയർനെസ് അലവൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിയത് ഇവിടെ ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം
അതൊക്കെ ഓരോ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്പെസിഫൈഡ് ഫോർമുല ബേസിക്കിന്റെ 10%. അപ്പൊ അതൊക്കെ സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നോളൂ. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ജസ്റ്റ് ഇതൊക്കെ അയാളുടെ സാലറിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സിസ്റ്റത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്തു. ESI ഉണ്ട്, EPF ഉണ്ട്, EPS ഉണ്ട്. ഓക്കെ, ഇത്രയും കമ്പോണൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു രീതിയാണ് ഒരു 100 രൂപ എല്ലാ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ചാരിറ്റിയിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാരിറ്റി എന്ന് പറയുന്ന കാര്യം ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ചാരിറ്റി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഫ്ലാറ്റ് റേറ്റിലാണ് കൊടുത്തത്. എല്ലാ മാസവും ഒരു എമൗണ്ട് വെച്ച് പിൻവലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് സെറ്റ് ചെയ്തത്. ഇത് എത്ര രൂപയാണെന്ന് കൊടുക്കുക. തൽക്കാലം 100 രൂപയാണെന്ന് പറഞ്ഞു സെറ്റ് ചെയ്തു. എല്ലാ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും 100 രൂപ വെച്ച് ഓക്കെ ചാരിറ്റി ഫണ്ടിലേക്ക്. സ്ക്രീൻഷോട്ടിലുള്ള 10 ആണ്, അപ്പൊ നമുക്ക് 10 തന്നെ കൊടുക്കാം. ഓക്കെ, 10 രൂപ വെച്ച് പിൻവലിക്കുന്നു. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് എംപ്ലോയിയുടെ സാലറി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. അതായത് അയാൾക്ക് 4000 രൂപ എല്ലാ മാസം ഫിക്സ്ഡ് ആയിട്ട് കിട്ടും. പക്ഷെ അതിൽ നിന്ന് എക്സ്ട്രാ പിന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, വേറെ അലവൻസ് ഒന്നുമില്ല, ഓവർ ടൈം അലവൻസ് ഉണ്ട്, പിന്നെ കുറെ ഡിഡക്ഷൻസ് ആണ് അയാൾക്ക് ഉള്ളത്. അത് ചില ഡിഡക്ഷൻസ് അയാളുടെ സാലറിയിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്, ചില കാര്യങ്ങൾ കമ്പനിയുടെ സൈഡിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എംപ്ലോയിയുടെ കാര്യം ആയി. ഇനി നെക്സ്റ്റ് എംപ്ലോയി എന്ന് പറയുന്നത് കുമാറാണ്. കുമാറിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ സെക്കൻഡ് എംപ്ലോയിയൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെ ഈ F12 പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഹലോ കോപ്പി ഫ്രം എംപ്ലോയി. അതായത് ഇപ്പോൾ വീണ്ടും എല്ലാ ഡീറ്റെയിൽസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്നതിന് നല്ലത് ഓൾറെഡി ഒരു എംപ്ലോയിക്ക് ഇങ്ങനെ സാലറി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ കോപ്പി എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനായിട്ട് F12 പോവാം. ഹലോ കോപ്പി ഫ്രം എംപ്ലോയി എന്നുള്ള യെസ് ആക്കി കഴിഞ്ഞാൽ ആകെ ചെയ്യേണ്ടത് കൊടുത്ത ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റം ചോദിക്കും നിലവിലുള്ള ഏതെങ്കിലും ഒരു ജോലിക്കാരന്റെ ഡാറ്റ കോപ്പി ചെയ്താൽ മതി. കോപ്പി ഫ്രം എംപ്ലോയി കൊടുക്കാം. രവിയുടെ ഡാറ്റ അവിടെ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ രവിയുടെ കംപ്ലീറ്റ് സാലറി സ്ട്രക്ചർ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ആവും. ഇനി നമുക്ക് ആവശ്യമുള്ള എഡിഷൻ വരുത്തിയാൽ മതി. കുമാർ എന്ന് പറയുന്ന ആൾക്ക് 2000 150 ഓവർ ടൈം. അപ്പോൾ ബേസിക് പാക്കേജ് 2000, ഓവർ ടൈം 150. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഉള്ളത് വെച്ച് സേവ് ചെയ്യാം, വേറെ എഡിഷൻസ് ഒന്നുമില്ല. ഇനി ലാസ്റ്റ് ഉള്ള എംപ്ലോയി ആണ് ശ്യാം, 3100. ഓക്കെ, ഇവിടെയും കോപ്പി ഫ്രം എംപ്ലോയി ഏതെങ്കിലും ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുക, കുമാർ അല്ലെങ്കിൽ രവി. ശ്യാമിന്റെ സാലറി 3000, ഓവർ ടൈം 100. ഓക്കെ, 3100. ഇത്രയും കാര്യം കൊടുത്തതൊന്ന് സേവ് ചെയ്യുക, കൺട്രോൾ A. ഇനി ഇതിങ്ങനെ ഓരോ എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ചെയ്തത്. ഇത് കൂടാതെ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ഒരേ സാലറി തന്നെയാണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ഒരേ സെയിം സാലറി ആണെങ്കിൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വന്നോളൂ. നമ്മളിപ്പോ അതിന് പകരം ഇൻഡിവിജ്വലി ചെയ്തെന്നുള്ളൂ. ഇതിങ്ങനെ ഓരോ എംപ്ലോയീസിന്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സാലറി ഡിഫൈൻ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവര് പ്രസന്റ് ആണെങ്കിൽ മാത്രമേ സാലറി കൊടുക്കുള്ളൂ, ആബ്സെന്റ് ആണെങ്കിൽ സാലറി കൊടുക്കില്ല. അങ്ങനെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എല്ലാ കമ്പനിയിലും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ ഞാനിവിടെ പഞ്ച് ചെയ്യണം, എന്നാലും എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ആവുള്ളൂ, എന്നാലും എനിക്ക് സാലറി വരുള്ളൂ. അതേപോലെ തന്നെ ടാലി യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമുക്ക് അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നത് മുതലാണ് നമ്മുടെ പേറോള് അല്ലെങ്കിൽ സാലറി കാൽക്കുലേഷൻ പ്രോസസ്സ് കൊടുക്കുന്നത്, അറ്റൻഡൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ അറ്റൻഡൻസ് വന്നിട്ടുണ്ട്. മെയ് മാസത്തിലെ അറ്റൻഡൻസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. മെയ്യില് രവി 30 ദിവസം പ്രസന്റ് ആയിരുന്നു. അതായത് മെയ്യില് 31 ദിവസം ഉണ്ട് എന്ന് വിചാരിക്കാം. മെയ്യില് രവി എന്ന് പറഞ്ഞ വ്യക്തി 30 ദിവസം പ്രസന്റ്, ഒരു ദിവസം ആബ്സെന്റ് ആയിരുന്നു. അയാള് 1 മണിക്കൂർ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുമാർ ആണെങ്കിൽ 28 ദിവസം പ്രസന്റ്, 3 ദിവസം ആബ്സെന്റ്, ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുള്ള. ശ്യാം ആണെങ്കിൽ 30 ദിവസം പ്രസന്റ്,
ഒരു ദിവസം ആബ്സെന്റ്, ഓവർ ടൈം 1 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി ഈ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറിലേക്ക്, നമ്മൾ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഏതാണെന്ന് വെച്ചാൽ ഇൻപുട്ട് ചെയ്യാം. ടാലിയിൽ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വൗച്ചർ ഉണ്ട്. വൗച്ചറിൽ പോവാം. ഈ വൗച്ചറിൽ വരുമ്പോൾ F10 പോയി കഴിഞ്ഞാൽ പേറോൾ വൗച്ചർ ഇവിടെ ഇപ്പൊ ആക്ടിവേറ്റ് ആയിട്ട് കിടപ്പുണ്ടാവും. അതിലുള്ള ഒന്നാണ് അറ്റൻഡൻസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് പേറോൾ. ഓക്കെ, ഇതിലിപ്പോ അറ്റൻഡൻസ് ആണ് കൊടുക്കേണ്ടത്. ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഇവിടെ തന്നെ F10 പ്രസ് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അറ്റൻഡൻസ് എന്നുള്ള വൗച്ചർ എടുക്കുക. അറ്റൻഡൻസ് വൗച്ചർ ആയി. ഇനി ഓരോ എംപ്ലോയിനെയും സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ രവി എന്ന് പറയുന്ന എംപ്ലോയി ആണ്. ഇപ്പൊ രവി, ഇയാൾ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ ഓവർ ടൈം ആണോ? അപ്പൊ അയാൾ പ്രസന്റ് ആയത് എത്ര ദിവസമാണ്? 30, ആബ്സെന്റ് 1 ദിവസം. ഇനി വീണ്ടും അയാളുടെ പേര് തന്നെ സെലക്ട് ചെയ്യുക, രവി. ആബ്സെന്റ് ആയത് എത്ര ദിവസമാണ്? 1 ദിവസം. ഇനി അയാൾ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈം 1 മണിക്കൂർ. ഓക്കെ, അപ്പോൾ ആ ഒരു എംപ്ലോയിയുടെ കംപ്ലീറ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ ബാക്കി എംപ്ലോയീസിന്റെ റെക്കോർഡ് ചെയ്യുക. കുമാർ പ്രസന്റ് ആയത് 28. 28. കുമാർ തന്നെ ആബ്സെന്റ് ആയത് 3. ലാസ്റ്റ് ശ്യാം പ്രസന്റ് ആയത് 30, ആബ്സെന്റ് ആയത് 1. ശ്യാമന് ഓവർ ടൈം വർക്ക് ചെയ്തത് 1. ഓക്കെ, അപ്പോൾ എല്ലാ എംപ്ലോയീസിന്റെയും അറ്റൻഡൻസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. അവര് പ്രസന്റ് ആയത് എത്ര, ആബ്സെന്റ് ആയത് എത്ര, ഓവർ ടൈം വർക്ക് ചെയ്തത് എത്ര എന്ന് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഇനിയിപ്പോ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പനിയിലുണ്ടോ? അതായത് ഇപ്പൊ ഇവിടുത്തെ കേസ് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു പഞ്ചിങ് മെഷീൻ ഇല്ലേ പുറത്തിരിക്കുന്നത്, ആ പഞ്ചിങ് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഏതൊക്കെ സമയത്ത് പഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടുത്തെ കേസ് എങ്ങനെയാന്ന് വെച്ചാല് വേറെ ഡിഡക്ഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോ എന്റെ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ 7:30. ആ ഒരു 7:30 എന്നുള്ള ടൈം 7:31 ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഡക്ഷൻ വരും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെ ഓരോ കമ്പനിയിലും അവരുടേതായിട്ടുള്ള പോളിസി ഉണ്ട്. ചില കമ്പനീസ് ആണെങ്കിൽ 10 മിനിറ്റ് ഗ്രേസ് കൊടുക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു മാസത്തില് ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ലേറ്റ് ആവാനായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില കമ്പനീസ് ഒക്കെ ആണെങ്കിൽ 10 മിനിറ്റ്. ഇപ്പൊ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് ആയിരുന്നു ഗ്രേസ്. 10 മിനിറ്റ് ഗ്രേസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എല്ലാ ദിവസവും 10 മിനിറ്റ് ലേറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഓരോ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോ നിലവിലിപ്പോ ഈ കമ്പനിയിൽ അങ്ങനെയുള്ള ഡിഡക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സാലറി സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണം. അതായത് ലേറ്റ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം നമ്മളിപ്പോ ഇതിന് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പ്രസന്റ് ആയ കാര്യങ്ങളൊക്കെ ഇട്ട് റെക്കോർഡ് ചെയ്തു. അപ്പൊ നേരത്തെ ഈ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ടാലി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ഒരു ഡിവൈസ് ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചിങ് മെഷീൻ ഉണ്ടാവും. അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്രസന്റ് ആയത് എത്ര, ആബ്സെന്റ് ആയത് എത്ര, ഏത് സമയത്താണ് വന്നത് എന്നുള്ള ഡാറ്റ കിട്ടും. ആ ഡാറ്റ അത് വേറെ ഡിവൈസ് ആണ്. അത് നോക്കിയിട്ട് നമുക്ക് ടാലിയിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല പല ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഒരു കമ്പനിയിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. അറ്റൻഡൻസ് എല്ലാം റെക്കോർഡായി. ഇതുപോലെ തന്നെ ആയിരിക്കണം ആ സ്ക്രീൻഷോട്ടിലും ഉണ്ടാവേണ്ടത്. ഓക്കെ, എല്ലാം കൂടെ ഒറ്റയടിക്കാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പേറോള് പ്രോസസ് ചെയ്യാം. പേറോൾ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഡ്യൂ എൻട്രീസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നേരത്തെ ഈ ഒരു പേറോൾ എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഇത്രയും അക്കൗണ്ടുകൾ, പേ ഹെഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ പേ ഹെഡ് എന്ന് പറയുന്നത് ഒരു ലെഡ്ജർ പോലെയാണ്. പക്ഷെ എക്സ്ട്രാ കുറെ കൂടി ഓപ്ഷൻസ് കൊടുക്കേണ്ട വന്നതുകൊണ്ടാണ് നമ്മൾ പേ ഹെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ പോയിട്ട് ക്രിയേറ്റ് ചെയ്തത്. സാധാ ലെഡ്ജർ പോലെ ചിന്തിച്ചാൽ മതി. കാരണം ഈ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ആ സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഈ ജേണൽ എൻട്രികൾ റെക്കോർഡ് ചെയ്യണം. ഇതിപ്പോ നമ്മളായിട്ട് റെക്കോർഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് സിസ്റ്റം ഏറ്റെടുത്താക്കിയാണ് ടാലിയില്. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. അതിങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സാലറിയുടെ ഡ്യൂ എൻട്രി, 3 അല്ല 4 പാർട്ടായിട്ടുണ്ട്.
സാലറിയുടെ ഡ്യൂ എൻട്രി, പി എഫിന്റെ ഡ്യൂ എൻട്രി, ഇ എസ് ഐയുടെ ഡ്യൂ എൻട്രി, പിന്നെ എംപ്ലോയർ അതർ ചാർജിന്റെ ഡ്യൂ എൻട്രി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ടോട്ടൽ 4 ഡ്യൂ എൻട്രീസ് ആണ് നമുക്കുള്ളത്. ഈ 4 ഡ്യൂ എൻട്രീസ് ആണ് ഇതൊന്ന്, ഇത് 2, ഇത് 3, 4. ഓക്കെ, ആ 4 ഡ്യൂ എൻട്രീസ് ആണ് നമുക്ക് സിസ്റ്റം റെക്കോർഡ് ചെയ്ത് തരുന്നത്. അപ്പൊ അത് സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിപ്പിക്കാനായിട്ട് ആകെ ചെയ്യേണ്ടത്, നമ്മൾ ഡേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതും ഏപ്രിലല്ല, മെയ്യിലെ അറ്റൻഡൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഡേറ്റ് മാറ്റാം. മെയ്യിലെ അറ്റൻഡൻസ് തൽക്കാലം 31st മെയ്യിലാണ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ടാലിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 31 മെയ് എന്ന് ഡേറ്റ് കൊടുത്തു, സേവ് ചെയ്തു. മെയ്യിലെ അറ്റൻഡൻസ് ആയി. ഇനി നമ്മൾ മെയ്യിലെ സാലറിയുടെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ട് പേറോൾ എന്നുള്ള ഓഫീസറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. പേറോൾ ഓഫീസർ. അപ്പൊ പേറോൾ ഓഫീസർ സെലക്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ള എല്ലാ വർക്കും സിസ്റ്റം ചെയ്തോളൂ. ആകെ നമുക്ക് ടാലി യൂസ് ചെയ്യുകയാണെങ്കിൽ അറിയേണ്ട ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോളും F4. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ടാലി തന്നെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് തരും. അതിന് ഫില്ലിന്റെ F എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. കൺട്രോളും F. അപ്പൊ കൺട്രോൾ പ്ലസ് F പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം പറയും ഫില്ല് ചെയ്ത് തരാം. ഓക്കെ, ഓട്ടോ ഫില്ല് എന്നുള്ള ഓപ്ഷൻ വരും. നമുക്ക് ചെയ്യേണ്ടത് പേറോൾ ഓട്ടോ ഫില്ലാണ്. പേറോൾ നമ്മളിപ്പോ ഇനി എന്ത് ഡ്യൂ എൻട്രി ആണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് സാലറിയുടെ ഡ്യൂ എൻട്രി ആണ്. നമുക്ക് അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം. സാലറി സെലക്ട് ചെയ്ത് സാലറി എന്ന് മുതൽ എന്ന് വരെയുള്ള സാലറിയാണ് നമ്മളിപ്പോ ഡ്യൂ ആക്കാൻ പോകുന്നത്. നമ്മളിപ്പോ മെയ് മാസത്തിലാണ്, അതുകൊണ്ട് 1st മെയ് മുതൽ 31 മെയ് വരെ ഉള്ളത്. പിന്നെ എംപ്ലോയി കാറ്റഗറി നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, എഡ്യൂക്കേഷൻ മിഷൻ ആയതുകൊണ്ട്. പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ആണ് യൂസ് ചെയ്യുന്നത്. അതില് ഏത് എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സാലറിയാണ് പ്രോസസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സാലറി പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കാണേണ്ടത് എംപ്ലോയിയുടെ പേരാണോ നമ്പറാണോ. നമ്മൾ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേര് വെച്ചിട്ട് ഈ സ്ക്രീനിൽ കാണുന്നതാണ് നല്ലത്. അപ്പോൾ എംപ്ലോയി നെയിം തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഡ്യൂ എമൗണ്ട് പോകേണ്ട അക്കൗണ്ട് ഏതാണ്? എല്ലാ എക്സ്പെൻസും ഉണ്ടായി അടച്ചില്ലെങ്കിൽ സാലറി പേയബിൾ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ക്യാഷ് കിടപ്പുണ്ടാവും, ക്യാഷ് കൊടുക്കാൻ തോന്നും, പക്ഷെ ക്യാഷ് വെക്കരുത്. കാരണം ക്യാഷ് പേയ്മെന്റ് അടുത്ത സ്റ്റെപ്പാണ്. അതായത് ഇതിവിടെ ഇപ്പൊ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇപ്പൊ സാലറി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് പേ ചെയ്യാൻ പറ്റൂല. കാരണം ഓൾറെഡി നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇത് സാലറി പേയബിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ജേണൽ എൻട്രി കംപ്ലീറ്റ് സിസ്റ്റം റെക്കോർഡ് ചെയ്ത് വരും. നമ്മൾക്ക് ആ ഒരു കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അത്രയും എളുപ്പമാണ്. ഇതിപ്പോ പഴയ മാനുവൽ അക്കൗണ്ടിങ് ആയിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മളിങ്ങനെ ഇത്ര ശതമാനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ സോഫ്റ്റ്വെയറിലും എഴുതി കൂട്ടി വെക്കണം. ഓക്കെ, ഇതിപ്പോ ടാലിയില് ഇതിങ്ങനെ സോഫ്റ്റ്വെയർ തന്നെ ചെയ്ത് തന്നോളും. പക്ഷെ ഇവിടെ ഓവർ ടൈം അലവൻസ് വന്നിട്ടുണ്ട്. ഇയാൾക്ക് കുമാർ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അയാൾക്ക് ഓവർ ടൈം അലവൻസ് 0 ആണ്. രവി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് 1 മണിക്കൂർ, അതുകൊണ്ട് അയാൾക്ക് 100 രൂപ കിട്ടി. ശ്യാമും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് 100 രൂപ ഓവർ ടൈം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് PF കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ESI മാത്രം വന്നിട്ടില്ല. അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടൂല, കാരണം എഡ്യൂക്കേഷൻ മിഷനില് ESI കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ESI കിട്ടാത്തത്. അത് നമുക്ക് എംപ്ലോയിയുടെയും കിട്ടൂല, എംപ്ലോയറുടെയും കിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ കാണാൻ പറ്റും. ESI ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ ഒരു എമൗണ്ട് ആയിട്ട് വന്നാൽ, ഫുൾ വേർഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിട്ട് കിട്ടിയാൽ. ഓക്കെ, അപ്പോ ടോട്ടല് 8579 രൂപ 4 പൈസയാണ് ഈ ഒരു മാസത്തെ എല്ലാ എംപ്ലോയിയുടെയും. ഓക്കെ, 8579 രൂപ 4 പൈസ. ഓക്കെ, ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ, എമൗണ്ട് ഒന്നും മാറാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. അപ്പൊ സാലറിയുടെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തത് ഈ ഒരു ജേണൽ എൻട്രി ആണ് റെക്കോർഡ് ചെയ്തത്. ഇനി നെക്സ്റ്റ് PFന്റെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യാം. അപ്പൊ അതിനായിട്ടും പേറോൾ ഓഫീസറിൽ വന്നിട്ട് കൺട്രോൾ F പ്രസ് ചെയ്യാം. പേറോൾ ഓട്ടോഫിൽ PFന്റെ ഡ്യൂ എൻട്രി ആണ്. PF
എല്ലാ എംപ്ലോയീസിന്റെ സാലറി ഡ്യൂ ആക്കുന്നു. ഇനി എമൗണ്ട് പോകുന്നത് പി എഫ് പേയബിൾ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പി എഫ് പേയബിൾ കൊടുക്കാം. ഇവിടെ പി എഫും സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരും. 1029 രൂപ 68 പൈസ. 3 എംപ്ലോയീസിന്റെയും പി എഫ് ഇവിടെ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, അവിടെ ഇപ്പോൾ റെക്കോർഡായ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. 2 എക്സ്പെൻസ് ഡെബിറ്റ് വരും, പി എഫ് പേയബിളിലേക്ക് ക്രെഡിറ്റ് വരും. അതായത് ഇവിടെ പി എഫ് പേയബിൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. നിലവിൽ ഇപ്പോൾ കറണ്ട് ബാലൻസ് 0 എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. സേവ് ചെയ്ത് കഴിയുമ്പോൾ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇനി ബാലൻസ് ഷീറ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ആ ഒരു ലൈബിലിറ്റി സൈഡിൽ പി എഫ് പേയബിള്, പിന്നെ സാലറി പേയബിള് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പി എഫ് ചാരിറ്റി ഫണ്ട് അതിലോട്ടൊക്കെ എമൗണ്ട് പൊക്കോളും. ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെ ചെയ്തു. നമ്മൾ ആ ഒരു ജേണൽ എൻട്രി എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുക, അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഇ എസ് ഐയുടെ ഡ്യൂ എൻട്രി ആണ്. അപ്പോൾ അതും കൺട്രോൾ എഫ് പ്രസ് ചെയ്യാം. പേറോൾ ഓട്ടോഫിൽ ഇ എസ് ഐ, ESI payable. ഓക്കെ, അപ്പൊ ഇവിടെ എംപ്ലോയറിന്റെ ESI ഇവിടെ സിസ്റ്റം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് 346. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. അത് സ്ക്രീൻഷോട്ടിൽ പി എഫ് പേബിള് ESI പേബിൾ 356. ഓക്കെ, അപ്പൊ ESIയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സാലറി, പി എഫ്, ESI 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ ചെയ്തിട്ടില്ല. അതായത് എംപ്ലോയർ വഹിക്കുന്ന മറ്റൊരു ചാർജാണ്, അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ് ആണ് അതർ ചാർജ്, പി എഫ് അഡ്മിനും EDLI കോൺട്രിബ്യൂഷനിലേക്കുള്ള എമൗണ്ട്. അപ്പോൾ ഇതിന്റെ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് പേറോൾ വൗച്ചറിലല്ല, ജേണൽ വൗച്ചറിൽ വേണം പോവാനായിട്ട്. ജേണൽ വൗച്ചറിൽ പോവാം. അവിടെയും ഓട്ടോഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഓട്ടോഫില് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ചോദിക്കും പി എഫ് അതർ ചാർജ് റെക്കോർഡ് ചെയ്യാനായിട്ടാണോ വന്നിട്ടുള്ളത്. സിസ്റ്റം സെലക്ട് ചെയ്യാം. മന്ത് 1st May to 31st May ഐറ്റം. എക്സ്പെൻസ് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംപ്ലോയർ അതർ ചാർജ് സെലക്ട് ചെയ്യാം. അഡ്മിൻ ചാർജിന്റെ പേ ഹെഡ് സെലക്ട് ചെയ്യാം. പി എഫ് അഡ്മിൻ ചാർജ്. EDLI കോൺട്രിബ്യൂഷൻ അക്കൗണ്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജറുകളും പേയ്മെന്റും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റം നോക്കിക്കോളും. EDLI അഡ്മിൻ ചാർജ് ഇല്ല, അതുകൊണ്ട് അത് ബാധകമല്ല. നിലവിലിപ്പോ നിയമപ്രകാരം EDLIക്ക് അഡ്മിൻ ചാർജ് ഇല്ല. അതുകൊണ്ടാണത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാഞ്ഞതും നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്യൂ എൻട്രിയും സിസ്റ്റം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അതും ഇവിടെ ഉണ്ട്. ടോട്ടൽ 549 രൂപ 543. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. കൺട്രോൾ A. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ഇതിന്റെയൊക്കെ ഡ്യൂ എൻട്രികളാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതായത് എക്സ്പെൻസ് ഉണ്ടായി, അതൊന്നും നമ്മൾ അടച്ചിട്ടില്ല. പൈസ കൊടുക്കാനുണ്ട്, അതൊക്കെ ബാധ്യതയ്ക്ക് മാറ്റി ലൈബിലിറ്റി ആക്കി വെച്ചാക്കിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി ഉള്ളത് സാലറിയുടെ പേയ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ സാലറി പേയ്മെന്റ്, പി എഫിന്റെ പേയ്മെന്റ്, ESIയുടെ പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ പേയ്മെന്റ് ചെയ്യുന്നത് നമ്മൾക്കറിയാവുന്ന പേയ്മെന്റ് വൗച്ചറി തന്നെയാണ്. പേയ്മെന്റ് വൗച്ചറിൽ പോവാം. ചിലപ്പോ പേയ്മെന്റ് ചെയ്യുന്നത് ജൂണിലായിരിക്കും. അതായത് മെയിലെ സാലറി ചിലപ്പോൾ ജൂൺ 1 തീയതി കൊടുക്കുന്നത്. അപ്പൊ ഡേറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 1st June ആക്കി. ഇനി 31st ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി പേയ്മെന്റ് ചെയ്യാനായിട്ട് നേരത്തെ ഇതുപോലെ സിമ്പിൾ ആണ്. കൺട്രോൾ F പ്രസ് ചെയ്യുക. സിസ്റ്റം ചോദിക്കും പേറോൾ ആണോ. അതെ, പേറോൾ ആണ്. ഓക്കെ, സാലറി പേയ്മെന്റ് ഡേറ്റ് ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കുക. 1st May to 31st May വരെയുള്ള സാലറി കൊടുക്കുന്നത്. വൗച്ചർ ഡേറ്റ് 1st June, നമ്മൾ കൊടുക്കുന്നത് 1st Juneലാണ് കൊടുക്കുന്നത്. ഓൾ ഐറ്റം
നിലവില് എല്ലാ എംപ്ലോയീസിനും കൊടുക്കാനുള്ള സാലറി ഏത് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അതായത് ഇതെല്ലാം ബാധ്യതയാക്കിയിട്ട് നമ്മൾ സാലറി പേയ്ബിൾ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം. പൈസ കൊടുക്കുന്ന ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ? മിക്ക കമ്പനിയും ബാങ്കാണ്. നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ബാങ്ക് ലെഡ്ജർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ക്യാഷ് വെക്കാം. ഇനി ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. തൽക്കാലം ക്യാഷ് വെക്കുമ്പോൾ ബാങ്കിങ് ഡീറ്റെയിൽസ് ഉള്ള എംപ്ലോയിയുടെയും പേയ്മെന്റ് ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നാണ് സിസ്റ്റം ചോദിക്കുന്നത്. നമ്മൾ ക്യാഷ് വെച്ചതുകൊണ്ട് അത് യെസ് ആയിട്ട് തന്നെ ഇടണം. എല്ലാവർക്കും ക്യാഷ് ആയിട്ട് കൊടുക്കും എന്ന് ചിന്തിച്ചാൽ മതി. എന്താക്കി പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം ആ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ഇവിടെ ഫില്ല് ചെയ്ത് തരും. അതായത് എല്ലാ എംപ്ലോയീസിനും പൈസ ക്യാഷ് ആയിട്ട് പേ ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെന്റ് ആയി. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്താണ് സാലറി പേയ്മെന്റ്. ഇനി ഇതേപോലെ തന്നെ പി എഫിന്റെ പേയ്മെന്റ് ചെയ്യാം. പി എഫ് 1 മെയ് മുതൽ 31 മെയ് വരെയുള്ള പി എഫിന്റെ പേയ്മെന്റ്. നിലവിൽ ആ പൈസ എല്ലാം പി എഫ് പേബിൾ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഉണ്ടാവും. പി എഫ് പേബിൾ ക്യാഷ് ആയിട്ട് പേ ചെയ്തു. ഓക്കെ, അപ്പൊ പി എഫിന്റെ പേയ്മെന്റും ആയി. ഇനി പി എഫ് ഇതാണ് പി എഫ് ചലാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഓരോ എംപ്ലോയിയുടെയും ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ ഈ പി എഫ് പേ ചെയ്യുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പേ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ആ ഒരു ഇൻഫോർമേഷൻ ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു എല്ലാ ഡീറ്റെയിൽസും ഫില്ലായി കിടക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ഓരോ എംപ്ലോയിക്കും ഒരു ലോഗിൻ ID ഉണ്ട്. ആ ID വെച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്ത് പി എഫ് പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പി എഫ് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചലാൻ എടുത്ത് കമ്പനിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കോപ്പി എടുത്തിട്ട് ഇതാണ് പി എഫ് പേയ്മെന്റ്. നെക്സ്റ്റ് ESI ഉണ്ട്. 1st May to 31st May. ESI. ഓക്കെ, അപ്പോ ESIയുടെ പേയ്മെന്റും ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എംപ്ലോയിയുടെ ESI ഇങ്ങനെ 0 എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. കാരണം നമുക്കത് കിട്ടിയിട്ടില്ല എഡ്യൂക്കേഷൻ മിഷൻ ആയതുകൊണ്ട്. ഇനി ഇതും പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചലാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചലാൻ. ഓക്കെ, അങ്ങനെ എല്ലാ പേയ്മെന്റും നമ്മളിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു. പി എഫ്, ESI, ഓക്കെ, പി എഫ്, ESI അങ്ങനെയുള്ള എല്ലാ പേയ്മെന്റും നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നിൽക്കുമ്പോ ലാസ്റ്റ് ഇനി എടുത്തു നോക്കേണ്ടതാണ് പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് സാലറിയുടെ ഒപ്പം തന്നെ ഈ പേ സ്ലിപ്പും പ്രിന്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് റൂള്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇനി ചില കമ്പനി അത് കൊടുക്കാറില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വല്ല ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, സാലറി സ്ലിപ്പ് അവര് ചോദിക്കും. പിന്നെ നമ്മൾ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും കൊടുക്കേണ്ടി വരും. അതായത് സാലറി സ്ലിപ്പ് ആർക്കാണെങ്കിലും ഉണ്ടാവും. പക്ഷെ അതേ സംഭവം തന്നെ ബാങ്കിൽ എല്ലാ മാസവും വരുന്നുണ്ടെങ്കിൽ ഓക്കെ, രണ്ടും തമ്മിൽ ഒരു ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ കറക്റ്റ് ആണ് വരുന്നുണ്ട് എന്നൊരു ഐഡിയ അവർക്ക് മനസ്സിലാവും. അപ്പോ ആ ഒരു സാലറി സ്ലിപ്പ് നമുക്ക് ടാലിയിൽ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. അതായത് സാലറി സ്ലിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേയിൽ പോവാം. ഇവിടെ പേറോൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ കാര്യം കിടപ്പുണ്ടാവും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ പേ സ്ലിപ്പ് എന്ന് പറഞ്ഞ കാര്യം കാണാം. പേ സ്ലിപ്പ് എടുത്തു കഴിയുമ്പോൾ ഏത് എംപ്ലോയിയുടെ ആണ്. ഇപ്പൊ സപ്പോസ് കുമാറിന്റെ ആണെങ്കിൽ ജസ്റ്റ് കുമാർ സെലക്ട് ചെയ്യാം. ഇതാണ് അയാളുടെ സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോളും പിയും പ്രസ് ചെയ്യാം. റിവ്യൂ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതാണ് ടാലിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് പേറോൾ എന്നുള്ള കമ്പനിയുടെ
ഒരു സ്റ്റാഫാണ് കുമാർ എന്ന് പറയുന്ന ആള്. അയാള് എത്ര ദിവസം പ്രസന്റ് എന്നാണ് ജോയിൻ ചെയ്തത്, പിന്നെ അയാളുടെ വരവുകൾ എന്തൊക്കെയാണ്, ഏണിങ്സ് ലെഫ്റ്റ് സൈഡിലും ഡിഡക്ഷൻസ് റൈറ്റ് സൈഡിലും ആയിരിക്കും. പേ സ്ലിപ്പിലൊക്കെ അങ്ങനെ ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പോ പിന്നെ പ്രസന്റ് ആബ്സെന്റ് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കൂടി ഇതിലുണ്ടാകും. അത് ഇതിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാകും. ഇതിൽ അറ്റൻഡൻസ് ഓപ്പറേഷൻ ഡീറ്റെയിൽ ഉണ്ട്. ഇതെന്താന്ന് വെച്ചാല് ഏപ്രിലുണ്ട് ഇപ്പൊ കിടക്കുന്നത്. നമ്മുടെ മെയ്യിലാണ് സാലറി കൊടുത്തത്. ജസ്റ്റ് ഡേറ്റ് മാറ്റാം, 1st May to 31st May മാറ്റാം. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ മെയ്യിലാണ് കംപ്ലീറ്റ് അറ്റൻഡൻസ് സാലറി ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെയ്യില് പ്രസന്റ് ആയത് എത്ര ദിവസം, 28, ആബ്സെന്റ് ആയത് എത്ര, അയാൾക്ക് ബേസിക് എത്രയാണ് കിട്ടിയത്. അതായത് ഗ്രോസ് സാലറി 2000 ആണ്, പക്ഷെ ഇയാൾ 3 ദിവസം ആബ്സെന്റ് ആയതുകൊണ്ട് അയാൾക്ക് കിട്ടിയത് 1806. ഓക്കെ, പിന്നെ ഡി എ ഉണ്ടായിരുന്നു, 200 കിട്ടേണ്ടത്, ആബ്സെന്റ് ആയതുകൊണ്ട് 180 കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് അതിവിടെ ആ ഒരു ഇൻഫർമേഷൻ കാണുന്നുണ്ട്. പിന്നെ ഇയാളുടെ കയ്യിലേക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോ 1760 രൂപയാണ് ഈ മാസം കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഏണിങ്സ് ടോട്ടൽ എത്ര, 2200 കിട്ടേണ്ടത്, അതിൽ ഈ മാസം കിട്ടിയത് 1987. അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ചിട്ട് ബാക്കി 1760 രൂപ 33 പൈസയാണ് അയാൾക്ക് ആ മാസം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ തെളിവാണിത്. നമ്മൾ എന്തെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പേ സ്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. മൊബൈലിന്റെ ഒക്കെ ഇതൊന്നും ആവശ്യമില്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. ഇപ്പൊ വലിയ ലോണൊക്കെ, വല്ല ബിസിനസ് ലോൺ, ഹൗസിംഗ് ലോൺ, അങ്ങനെയുള്ള ലക്ഷങ്ങളുടെ ഒക്കെ ലോൺ എടുക്കുമ്പോൾ ഈ സ്ലിപ്പ് കൂടി വെക്കേണ്ടി വരും. എല്ലാം കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവര് ബാങ്ക് നമുക്ക് ലോൺ പാസ്സാക്കി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേറോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. നിങ്ങളപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ കോൺഫിഗറേഷൻസ് സമാധാനമായിട്ട് ചെയ്യാം. ഇഷ്ടംപോലെ സമയമുണ്ട്, ഇന്നത്തോടെ ഇത് തീർക്കാൻ നോക്കാം.